വയനാട്ടിൽ കനത്ത മഴയാണ്. ജില്ലയിൽ വെള്ളപ്പൊക്ക മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അപകട സാധ്യത മുൻനിർത്തി ബോയ്സ് ടൗൺ പാൽച്ചുരം റോഡിൽ രാത്രിയാത്ര നിരോധിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ മഴ ശക്തമായി തുടരുകയാണ്. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിൽ ഭീഷണിയുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ വൈത്തിരി, മാനന്തവാടി താലൂക്കുകളിലായാണ് 8 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. വൈത്തിരി താലൂക്കിലെ കാപ്പുവയൽ ഗവൺമെന്റ് LP സ്കൂൾ, സുഗന്ധഗിരി UP സ്കൂൾ, അച്ചൂരാനം LP സ്കൂൾ, കുട്ടമംഗലം ഓർഫനേജ് സ്കൂൾ, HIM സ്കൂൾ, മുട്ടിൽ WMO ഓർഫനേജ് സ്കൂൾ എന്നിവിടങ്ങളിലും മാനന്തവാടി താലൂക്കിലെ പുളിഞ്ഞാൽ സ്കൂൾ, മക്കിയാട് ഹോളി ഫെയ്ത്ത് സ്കൂൾ എന്നിവിടങ്ങളിലുമാണ് ക്യാമ്പുകൾ സജ്ജമാക്കിയിരിക്കുന്നത്. 8 ക്യാമ്പുകളിലായി നിലവിൽ 76 കുടുംബങ്ങളിലെ 181 പേരെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിലെ സ്കൂളുകൾക്ക് ജില്ലാ കളക്ടർ DR മേഘശ്രീ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുന്നതിനും ക്യാമ്പുകൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും റവന്യൂ വകുപ്പിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി T. സിദ്ദിഖ് വ്യക്തമാക്കി. നല്ല വ്യാപകമായിട്ടുള്ള മഴ പെയ്യുക. ആ രണ്ടിടത്തും നല്ല രീതിയിലുള്ള മഴയുണ്ട്. ബാക്കിയുള്ള സ്ഥലത്തും നല്ല രീതിയിൽ മഴ പെയ്യുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കൂടുന്നുണ്ട്, കബനിയിലെ വെള്ളം കൂടുന്നുണ്ട്. ഒന്ന് കബനി ക്രമാതീതമാവുകയാണെങ്കിൽ ബീച്ചനഹള്ളിയിൽ നിന്ന് വെള്ളം കൂടുതലെടുക്കാനുള്ള ഏകോപന പ്രവർത്തനങ്ങൾക്ക് നീങ്ങാനുള്ള നടപടി അതും സ്വീകരിച്ചിട്ടുണ്ട്. കലക്ടറുമായും അതുപോലെ കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന ഏകോപനവും ആ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. പിന്നെ ആവശ്യമുള്ള റിലീഫ് ക്യാമ്പുകൾ മുഴുവൻ ഓപ്പൺ ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തു. ആ റിലീഫ് ക്യാമ്പുകൾക്ക് ആവശ്യമുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ വേണ്ടി റവന്യൂ വകുപ്പിനോട് പ്രത്യേകമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ ടൗൺഷിപ്പിലുള്ളതായിരിക്കുന്ന അപകട സ്ഥലത്തുള്ള ആളുകളെ മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. താഴ്ന്ന പ്രദേശത്തിലുള്ള ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. നല്ല മഴയാണ്. എല്ലാവരും ജാഗ്രത പുലർത്തി മുന്നോട്ട് പോകണം എന്ന് പ്രത്യേകം ഈ സന്ദർഭത്തിൽ പറയുകയാണ്. അതേസമയം മലയോര റോഡുകളിൽ അപകട സാധ്യത കണക്കിലെടുത്ത് യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സി മലയാളം ന്യൂസ്, വയനാട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.